ഒന്നുമില്ലാത്തവന് സ്വന്തം നിഴൽ കൂടെ ഉണ്ടാകുമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാലൊരു പ്രശ്നം വന്നാലോ, പ്രശ്നങ്ങൾ ദിവസങ്ങൾ പോലെയാണ്, അതൊരിക്കലും അവസാനിക്കില്ല എന്ന് അന്ന് ഞാൻ പഠിച്ചു. സ്വന്തം നിഴൽ പോലും ഒറ്റപ്പെടുത്തി അന്ന്. पतंग सांसें ये तेरी वो हवाएं हैं। ഡാ നീ പോവാ? എവിടെ കിടക്കടാ? ഇല്ലടാ, വീട്ടിൽ പോണം. ആ എന്നാലും ഓട്, നാളെ ഇറക്കാം. ഹലോ. ആ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആ, പിന്നെ കണ്ടാ പോരെ? നീ അല്ലാതെ പിന്നെ ആരാണ്? ബീച്ചിലാ? ആ ഓക്കെ. ആ ശരി. ഹലോ അൻവർ ഭായി, ഇന്ന് സാധനം കിട്ടൂലേ? ആ അതെല്ലാം ഇന്നലെ പറഞ്ഞല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ആ അവിടെ തന്നെ അല്ലേ? ഓക്കെ, അവിടെ തന്നെ. അപ്പൊ ഞാൻ എത്താം. ആ ഓക്കെ. ശരി, ഓക്കെ. ഓക്കെ. വണ്ടിയോ? വണ്ടി ഓൻ കൊണ്ടുപോയല്ലോ. അവനെന്തിനു കൊടുത്ത്? അവനിക്ക് ലൈസൻസ് ഇല്ലാത്തല്ലേ? എവിടെ പോയി എന്നാ പറഞ്ഞേ? എവിടേക്കാണാവോ? നിന്റെ ഷർട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട്. നീ ബസ്സിന് പോവാൻ നോക്കും മോനെ. നീ പോയാ? ഹലോ എടാ, ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. എനിക്ക് ഓഫീസിൽ നിന്ന് കോള് വന്നിരുന്നു. എനിക്ക് ഞാൻ പോണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ കവർ ഞാനവിടെ വെക്കാം. ബോക്സ് നീ പോയി വാങ്ങണം. ശരി. നമ്പർ അറിയോ? ഇല്ല. ഞാനതിൽ എഴുതി വെക്കാം. ഓക്കെ ഓക്കെ.
നീ എവിടെ? സോറിടാ, നീ അവിടെ എത്തിയാ? എനിക്ക് വരാൻ പറ്റില്ലടാ. നമ്മുടെ താത്ത പ്രസവിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവാ. നിന്നോട് ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് വേണ്ടാന്ന്. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ലാന്ന്. അത് ശരി, നിനക്കിപ്പോൾ എന്നെ കാണാൻ പറ്റാത്തില്ലല്ല, ഇന്നലെ ഉറങ്ങാൻ പറ്റാത്തില്ല വിഷമം അല്ലേ? എന്താണ്ടാ ബീച്ചിൽ സ്റ്റെപ്പ് അടിച്ച് കിറങ്ങിയിരിക്കണ? എന്താണ്ടാ നീ നോക്കണേ? നീ ഏതണ്ടാ? എന്താ 5 മിനിറ്റടാ, അത് കഴിഞ്ഞാ നീ ബീച്ച് വിട്ട് പോകില്ലടാ. ബീച്ചിൽ വന്നിട്ടാണ്. എന്താ ചോദിച്ചാനോട്? ഞാനൊന്നും ചോദിച്ചടാ, എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചോളൂ. നമുക്ക് പൊക്കാടവനെ. അവന്റെ തല തല്ലി പൊളിക്കണോ എനിക്ക്? ഹലോ ഹലോ മച്ചാ, എവിടെ നീ? അവളെ കാണാൻ വന്നിടയ്ക്ക് അവള് വന്നില്ല. വന്നില്ലേ? എന്നാ നീ ശ്രീകാഴ്ചേരിക്ക് പോര്. ഇന്ന് താലപ്പൂലല്ലേ, ടിക്കറ്റ് കിട്ടോ? കിട്ടും കിട്ടും. നീ ഇങ്ങോട്ട് വാടാ മുത്തേ. ഹലോ, എവിടെ? ഞാൻ ബീച്ചിൽ പോയല്ല, സാധനം കിട്ടിയില്ലട്ടാ. കിട്ടിയില്ലേ? ഇല്ലില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഇല്ലേ? ഇല്ലാന്ന് നിങ്ങൾ ആൾക്കാരെ പറ്റിക്കില്ലട്ടാ. 1 മിനിറ്റ്, ഞാൻ വിളിക്കാം. നീ എപ്പോ വിളിക്കാന്ന്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടാ, ബീച്ചിൽ നിന്ന് സാധനം മിസ്സായിട്ടുണ്ട്. ഹലോ മച്ചാ, വരുന്നില്ലേ? ഞാൻ ചിലപ്പുണ്ടാവുള്ളൂടാ. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ടായിരുന്നു. നീ കൊടുത്തോ? എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു. ആ ഓക്കെ ഓക്കെ, 150. എത്രയായി? 50 രൂപ. ഹലോ ഡാ, ഞാൻ നിനക്കൊരു പിക്ക് അയക്കാം. അത് OCV പേപ്പറാണോന്ന് നോക്കൂ. OCV? അതെവിടുന്ന്? നീ നോക്ക് വേഗം, എന്നിട്ടൊന്ന് വിളിക്ക്. എടാ, ഞാനിപ്പോൾ പള്ളിക്ക് പോവാണ്. ഫോണിൽ നെറ്റ് ഇട്ടിട്ട് ഞാൻ വിളിക്കാം. ആ ശരി, ഓക്കെ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ബീച്ചിലാണല്ലേ? ആ അൻവർ വിളിച്ച് പറഞ്ഞിട്ട് പാലത്തിന്റെ അടിയിലേക്ക് പോരും. ഒറ്റക്ക് വന്നാ മതിട്ടാ. ചേട്ടാ, ഞാനാണിപ്പോൾ വിളിച്ചത്. ബീച്ചിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് പാലത്തിൻ്റെ അടിയിലേക്ക് വരാൻ. ആ, നീയാണല്ലോ അൻവറിനെ വിളിച്ചപ്പോഴും ശല്യം ചെയ്യുന്ന ആള്. വാ 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 താമര പെണ്ണെ നീയൻ. വാ ബായ്.
ഇപ്പൊ ശരിയാക്കുക. ഇവിടെ കണ്ട വേൻ സ്കൂട്ടായിക്കോ. എടാ ഞാൻ ആ കാര്യം മറന്നു. അത് ഓസീബിനാടാ നിനക്കവിടെ നിട്ടിയത്. കഞ്ചാവാ? എന്നിട്ടിപ്പോ നിന്റെ കയ്യിലെത്തുണ്ടാ? അതും കൊണ്ട് വെച്ച് നിക്കാൻ ഏറ്റവും ഡേഞ്ചർ ആയിട്ടാ നീ നിക്കണം. നീ ഇങ്ങോട്ട് വരണ്ടട്ടാ, ഞാൻ പറയണ്ട, നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. നീ ഒരു കാര്യം ചെയ്യ്, നീ അത് രണ്ടും കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക്, എന്നിട്ട് കാര്യം പറ ആള് മാറിയതാണ്. ആ സാധനം അഴിക്കൊടുന്ന് മിസ്സായിട്ടുണ്ട്. നിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്കാരും വിളിച്ചു കഴിഞ്ഞാൽ നീ ഫോൺ എടുക്കണ്ട. അതിനാ ഒരു സാധനം കൊണ്ടുപോയല്ലോ. ആര്? സാധനം അഴിക്കോട് വെച്ച് ആരോ കൊണ്ടുപോയി. അതാരെന്നറിയണ ഞാൻ നിന്റെ അടുത്ത് വന്നേ. നീ എന്താണ് ഈ പറയുന്നത്? ഇവിടെ ഒരുത്തം വന്ന് സാധനം കൊണ്ടുപോയല്ല. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണമില്ല. ഓഫീസിൽ മീറ്റിംഗ് ആയിരുന്നു. ഈ കൊണ്ടുപോയേക്കണ ഒറ്റയാ പെടുന്നത് നീയാ. പിന്നെ എത്ര നന്നാവെന്ന് വെച്ചാലും വീടില്ല നിന്നെ. ഞാനല്ല, എനിക്ക് മുകളിലുണ്ട്. ഷേ എന്തപ്പോ ചെയ്യാ? പണി പാളോ? ഇനി ഇതൊന്നും ക്ഷാമറിയണ്ട. ഓ ഇവനാണെങ്കിൽ വിളിയോട് വിളി. ഹലോ. ആ അതെ, അത് വേറൊരാൾ വന്നെടുത്ത്. ഇല്ല, നമ്മുടെ കസ്റ്റമർ ഉണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് റെഡിയോ. ഞാൻ വിളിക്കാം. ഓക്കെ. നീ എപ്പോഴാ അവിടെ എത്തിയേ? കറക്റ്റ് സമയത്ത് തന്നെ എത്തിയടാ. ഞാനവിടെ കുറെ നേരം നിന്ന്, ആരും വന്നൊന്നുമില്ല. അപ്പോഴാണ് ഒരുത്തനായിട്ട്. ഇനി അവനേതാണാവോ? ഇനി ഓരോ വധൂരികൾ വന്നോളൂ. അവനാണ് സാധനം കൊണ്ടുപോയത്. ഇവനാണ് തന്നെ പോയി പിടിക്കടാ. ഹലോ മച്ചാ, കൂതറപ്പാടോടാ. നീ വരാഞ്ഞായി, പൈസ പോയി. നിന്നെ ബൈക്കുണ്ടാ? ഞാൻ ഉണ്ട് നിന്റെ ഒപ്പം. സോറി മച്ചാ, എനിക്കിവിടെ ഒരാളെ കാണണം. ഒരു സാധനം വാങ്ങാൻട്രാ, നീ വിട്ടോ? ഓക്കെ. ഇക്കാ പടങ്ങന്റെ സൂപ്പർ പടോടാ.
എടാ നീ അത് തിരിച്ചു കൊടുക്കാനൊന്നും പോണ്ടട്ടാ. ഞാൻ അവരെ പറ്റി അന്വേഷിച്ചടാ. ചിലപ്പോൾ നീ അവരെ പറ്റി അറിഞ്ഞ സ്ഥിതിക്ക് നിന്നെ അവരെന്ത് വെള്ളം ചെയ്യും. അവരായിട്ട് വെറുതെ ഉടക്കാനൊന്നും പോണ്ടാ, അവർ സീനാടാ. അതുകൊണ്ട് നീ അതിനെ ഈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടാ. ഞാനത് എന്തെങ്കിലും ചെയ്തോണ്ട്. പിന്നെ ഇത് നമ്മ മാത്രം ഞാൻ പോയിട്ടാ. ഓക്കെ എന്താണ്ടാ ഇക്ക എവിടെയാണ്? ഉമ്മാക്ക് പ്രഷർ കുറഞ്ഞ് തലയിറങ്ങി വീണ്. കുഴപ്പമില്ല, നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലില്ലട്ടാ. ആ ഞാൻ വരാം. അവനെ കിട്ടിയില്ലടാ, മിസ്സായി. നീ ഇപ്പൊ എവിടെയാ? എടാ നീ വെച്ചോ വെച്ചോ. ഡാ. ഇങ്ങട് വാട്. നീ എന്ത് വിചാരിച്ചറാ? ഞങ്ങളെ അങ്ങ് ഒലത്തിക്കളയാന്ന് വിചാരിച്ചറാ? ഇങ്ങോട്ട് വാടാ നീ. പേടക്കാണ്ടിക്കടാ. അടങ്ങി നിക്കടേക്ക. ഇവനെ ഇക്കാൻ്റെ ഇടയിലിരുത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാടങ്ങട് നിനക്കുള്ള വെച്ചിട്ടുണ്ടാ. ഹലോ, ആ സാധനം കിട്ടി. ഞാനങ്ങോട്ട് വരാം. നടക്കടങ്ങട് ഇവനെ. ഓളക്കല്ലടേക്ക. അവിടേക്ക് മുത്തിനെ വിടല്ലേട്ടാ. ആ എന്താ പേര്? ഷുക്കൂർ. ഷുക്കൂർ. ആ നല്ല പേരാണല്ലോ. എന്താ താലപ്പൊലി കൂടാൻ വന്നതാ? വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്നിട്ട്. എനിക്ക് പോണം. പോകാം, അൻവർ ഒന്ന് വന്നോട്ടെ, അവിടെ ചെന്നിരിക്കേ. എന്താ ഫോൺ ചാർജ് ചെയ്യണോ? വേണ്ട. നിങ്ങളൊക്കെ ആരോ എടുത്ത്? മുടിയും താടിയും വളർത്ത കഞ്ചന്മാരല്ലടാ, നീയൊക്കെ കണ്ടിട്ടുള്ളൂ. നിങ്ങളാണാ ഈ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കണത്? കഞ്ചാവ്, കഞ്ചാവിനെ കുറിച്ച് നിനക്കെന്തറിയാടാ? നിനക്കെന്നല്ല ആർക്കും ഒരു ചുക്ക് പറഞ്ഞുവിടറാ. ഫ്രീക്കല്ലടാ, വെറും ഫ്രീക്ക്. കഞ്ചാവിന് മനുഷ്യന്റെ സ്വഭാവത്തെ താൽക്കാലികമായെങ്കിലും മാറ്റാനുള്ള ശക്തിയുണ്ട്. എടോ, കുട്ടികളുണ്ടാവില്ലടോ, പുരുഷ ഹോർമോൺ വരെ ഇത് നശിപ്പിക്കും. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും? ഇതിനെപ്പറ്റി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതാ എൻ്റെ പണി. എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. പിന്നെ എന്നെ അവിടെ എല്ലാം കൊണ്ടുവിടുന്നത് അൻവർ തന്നെയാ. അവനെ നശിപ്പിച്ചത് ശ്യാമ. നേരെയാക്കാൻ എന്നെ കൊണ്ടായില്ല. അവന് പോലും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഉപയോഗിച്ചവരാരും പിന്നീട് അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് നേരെയാക്കിയിട്ടുണ്ട്. എവിടെ?
എവിടെയാണ്? ഉമ്മാക്ക് പ്രഷർ കുറഞ്ഞ് തലയിറങ്ങി വീണ്. എനിക്ക് പോകണം. എൻ്റെ ഉമ്മാക്ക് വയ്യ, എനിക്ക് പോകണം. അൻവർ വിളിച്ചിരുന്നു, അവനിപ്പോൾ വരും. അവൻ നിന്നെ വീട്ടിലാക്കി തരും. ശേ, എന്തായിക്കാടെ പേര്? ശുക്കൂർ. ആ ബോക്സ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാ പോയത്? ഓ, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. അവൻ അതിനു വേണ്ടി എപ്പോഴും വിളിയാ. അവൻ്റെ പേരെന്താ? ആ, കിട്ടി. ചേട്ടാ, ഇപ്പോൾ വടക്കോട്ട് ബസ് ഉണ്ടാ? ഇപ്പോഴാ? ഇപ്പൊ 9:30 ആയില്ലേ? ലാസ്റ്റ് ബസ് പോയി. ഇന്ന് പിന്നെ താലപ്പിലല്ലേ? ചേട്ടാ കയറിക്കോട്ടെ. ആ, ഞാൻ സമരം വരെ ഉള്ളൂ, കയറിക്കോ. ഹലോ, ആ ഫൗസി പറയും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് കൊടുങ്ങല്ലൂർ താൽപ്പൊലി ആയതുകൊണ്ട് ബ്ലോക്കാണെന്ന്. ആ 5 മണിക്ക് ഇറങ്ങിയതാ. ഇല്ലില്ല, അള്ളാണില്ല. ആ, ഞാൻ ദേ എത്തി. 10 മിനിറ്റ് മതി. ആ, നീ ഫോൺ വെക്ക്, ഞാൻ ഡ്രൈവ് ചെയ്യണം. ഞാനിവിടുന്ന് അങ്ങോട്ട് പോണ്. ശരി, ബാക്കിയുള്ളത് എനിക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കിട്ടും. താങ്ക്സ് ചേട്ടാ. ഓക്കെ, ശരി. അവൻ അതിനു വേണ്ടി എപ്പോഴും വിളിയാ. അവൻ്റെ പേരെന്താ? കഞ്ചാവാ. എന്നിട്ടിപ്പോ നിന്റെ കയ്യിലത് എന്താ? എടാ, നീ അത് തിരിച്ചു കൊടുക്കാനൊന്നും പോണ്ടട്ടാ. അതുകൊണ്ട് നീ അതിനെ ഈസായിട്ട് ഇങ്ങോട്ട് കൊണ്ട. ഞാനത് എന്തെങ്കിലും ചെയ്തോണ്ട്. പിന്നെ ഇത് മാത്രം ഞാൻ പോയിട്ടാ. സോറി വെച്ചാ, എനിക്കിവിടെ ഒരാളെ കാണണം. ഒരു സാധനം വാങ്ങാൻട്രാ, നീ വിട്ടോ. എവിടേക്കാണാവോ? എന്റെ ഷർട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട്. എവിടെയാണ്? ഉമ്മാക്ക് പ്രഷർ കുറഞ്ഞ് തലയിറങ്ങി വീണ്. ഞാൻ വീട്ടിലല്ലട്ടാ. നീയാണല്ലോ അൻവറിനെ വിളിച്ചപ്പോഴും ശല്യം ചെയ്യുന്ന ആള്. അവൻ അതിനു വേണ്ടി എപ്പോഴും വിളിയാ. അവൻ്റെ പേരെന്താ? ആ, കിട്ടി.